പ്രൊഫസർ എം കെ സാനുവിന് രാഷ്ട്രീയ സാംസ്കാരിക കേരളം യാത്രാമൊഴി നൽകുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 5-ന് കൊച്ചി രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം. സൂര്യശ്രീ ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. സൂര്യശ്രീ, വിവരങ്ങൾ. ഉമേഷ്, ഒരു സാംസ്കാരിക യുഗം തന്നെ ഇതോടുകൂടി കടന്നു പോവുകയാണ് എന്ന് തന്നെ പറയാം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മാഷിന് ആദരാഞ്ജലി അർപ്പിക്കുവാനായി എറണാകുളം ടൗൺ ഹാളിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ, അതുപോലെ തന്നെ പി രാജീവ്, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മാഷിന് അന്തിമോപചാരം അർപ്പിക്കാൻ എറണാകുളം ടൗൺ ഹാളിൽ എത്തിക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായാലും ഒപ്പം നടന്നവർ, അതുപോലെ തന്നെ അദ്ദേഹത്തെ ഗുരുനാഥന്മാരായി കണ്ടവരെല്ലാം തന്നെ ഇത്തരത്തിൽ എറണാകുളം ടൗൺ ഹാളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ അക്ഷരാർത്ഥത്തിൽ മലയാളത്തിന്റെ ഹിമവൽ സാനുവായിരുന്നു എം കെ സാനു എന്ന സാനു മാഷ്. ഇന്നലെ വൈകുന്നേരവും ഇത്തരത്തിൽ എറണാകുളം അമൃത ആശുപത്രിയിലുണ്ടായ പൊതുദർശനത്തിലും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നിരവധി ആളുകളൊക്കെ തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ അവസാനമായി കാണുവാൻ എത്തിയിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സാംസ്കാരിക യുഗം കൂടി നമ്മെ കടന്നു പോവുകയാണെന്ന് തന്നെ പറയാം. കാരണം അന്യജീവന് ഉതകുന്നതാകണം തൻ്റെ ജീവിത സന്ദേശത്തിൽ വിശ്വസിക്കുകയും ആ ജീവിതം തന്നെ പാലിക്കുകയും ചെയ്ത ഒട്ടേറെ തലമുറകൾക്ക് അറിവ് പകർന്നു നൽകിയ സാനു മാഷ് നമ്മളോട് വിട പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യരൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ തണലിൽ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനമായി കാണുവാൻ ഇവിടെ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിവരെയാണ് പൊതുദർശനം ഇവിടെ എറണാകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശേഷം വൈകുന്നേരം 5 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരമുണ്ടാവുക. ഇപ്പം നിരവധി ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ചിന്തയുടെ ശക്തിയും ഭാഷയുടെ മാധുര്യവും ഒക്കെ ഒത്തുചേർന്ന സാഹിത്യ വിശകലനത്തിൻ്റെ പുതിയ വാതിലുകൾ തുറന്നു തന്ന മഹാപ്രതിഭയാണ് ഇതാ നമ്മെ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഓരോരുത്തരും ഓർത്തെടുക്കുകയാണ്. വാർദ്ധക്യത്തിൽ ആണെങ്കിൽ പോലും ശബ്ദമില്ലാത്തവർക്കൊക്കെ ഉറച്ച ശബ്ദമായി മാറാൻ എത്രയോ വാതിലുകൾ കടന്നു മുട്ടുകയും എത്രയോ പടികൾ കയറുകയും എല്ലാവർക്കും വേണ്ടി സഹജീവി സ്നേഹത്തോടെ എപ്പോഴും ഒരുമിച്ച് നിന്ന ഒരാളായിരുന്നു എം കെ സാനു എന്ന സാനു മാഷ്. പലർക്കും ഇത്തരത്തിൽ പല ഓർമ്മകളാണ്, അദ്ദേഹത്തിൻ്റെ തെളിമയുള്ള ഓർമ്മകളാണ് എല്ലാവരും ഓർത്തെടുക്കുന്നത്. നിലപാടുകളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അവസാന നാൾ ഈ 98-ാം വയസ്സുവരെയും നിലപാടുകളിൽ ഉറച്ചു നിന്ന ആളായിരുന്നു. ഏതൊരു വിഷയത്തിലും അദ്ദേഹത്തിന് ഉറച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ചിന്താഗതിക്കൊപ്പം നിന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ എക്കാലത്തെയും കാതലെന്ന് പറയുന്നത് ഗുരുദർശനങ്ങളായിരുന്നു, സഹജീവി സ്നേഹമായിരുന്നു. ആ 8-ാം ക്ലാസ്സുകാരൻ കുമാരനാശാൻ്റെ നളിനിയുടെ ആ വരികൾ എടുത്തുപോലെ സഹജീവി സ്നേഹം തന്നെ തൻ്റെ അന്ത്യം വരെയും അദ്ദേഹം പിന്തുടർന്നു പോന്നുവെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അത്തരത്തിൽ സഹജീവി സ്നേഹം കാതലായ ഒരു മനുഷ്യൻ, ഒരു സാംസ്കാരിക യുഗം തന്നെയാണ് ഇവിടെ കടന്നു പോകുന്നത്. അദ്ദേഹം എപ്പോഴും എവിടെ സംസാരിക്കുമ്പോഴും ഒരു സൂര്യശ്രീ, ഇപ്പോൾ എം കെ സാനു മാഷിന് കേരളം വിട നൽകുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.